ഹലോ ഗായ്സ്, എല്ലാവർക്കും ഗൗരീസ് ഫുഡ് പ്രിൻസിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്തിന്റെ ബേസിലാന്ന് വെച്ചാൽ ഓൾ അബൌട്ട് UK പാർട്ട് ടൈം സ്റ്റുഡൻസിന്റെ ജോബിനെ കുറിച്ചും സാലറിയെ കുറിച്ചും അതുപോലെ തന്നെ ആ സാലറി വെച്ചിട്ട് നമുക്ക് നമ്മുടെ എഡ്യൂക്കേഷൻ ലോൺ അടയ്ക്കാൻ പറ്റുമോ എന്നുള്ളതിനെ കുറിച്ചാണ് വീഡിയോ. എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. എനിക്ക് ഒരുപാട് സ്റ്റുഡൻസ് ക്വസ്റ്റ്യൻസ് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കാറുണ്ടായിരുന്നു. ലൈക്ക് നമുക്ക് ഈ ഒരു പാർട്ട് ടൈമിന്റെ സാലറി കൊണ്ടിട്ട് എഡ്യൂക്കേഷൻ ലോൺ അടയ്ക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന്. കാരണം ഒരുപാട് സ്റ്റുഡൻസ് ഇപ്പൊ നാട്ടിൽ നിന്ന് ബാച്ചിലേഴ്സ് പഠിക്കാൻ ഇവിടെ വരുന്നുണ്ട്, അതുപോലെ അടുത്ത ഇൻടേക്കിലുള്ള സ്റ്റുഡൻസ് വരുന്നുണ്ട്. അപ്പോൾ അവരുടെ ഒരു മെയിൻ കൺസേൺ ആണ് ഈ ഒരു കാര്യം. ഞാൻ വിചാരിച്ചു എന്തുകൊണ്ടും ഒരു കുഞ്ഞു വീഡിയോ ഇതിനെ കുറിച്ച് ഇടാമല്ലോ എന്ന്. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഫസ്റ്റ് തന്നെ പറയുകയാണെങ്കിൽ UK കറന്റ് ബേസിക് സാലറി എന്ന് പറയുന്നത് £11.44 ആണ്. ഇതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും സ്റ്റുഡൻസിന് അവരുടെ സാലറി കിട്ടുന്നത്. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഒരു മാസം ഏകദേശം £800 to £900 ആയിരിക്കും അവരുടെ സാലറി വരുന്നത്. പിന്നെ ഡിപ്പെൻസ് അപ്പോൺ ഇപ്പം ഹോസ്പിറ്റലിൽ ബാങ്കായിട്ട് വർക്ക് ചെയ്യുന്ന സ്റ്റുഡൻസ് ഉണ്ട്, വേറെ എംപ്ലോയീസിന്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന സ്റ്റുഡൻസ് ഉണ്ട്, ഏജൻസി വഴി വർക്ക് ചെയ്യുന്ന സ്റ്റുഡൻസ് ഉണ്ട്. ഇവർക്കൊക്കെ ചിലപ്പോൾ ആ ഒരു ബേസിക് പേരെക്കാളും കൂടുതൽ സാലറി ഉണ്ടാവാം അവരുടെ ആ ഒരു ജോബ് വെച്ചിട്ട്. അതുകൊണ്ട് നമുക്ക് കറക്റ്റ് ഒരു എമൗണ്ട് എത്ര ഒരു സ്റ്റുഡന്റിന് കിട്ടും എന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ 20 അവേഴ്സിന്റെ ആ ഒരു കോൺട്രാക്റ്റിൽ നമുക്ക് £800 to £900 ആണ് നമ്മുടെ ബേസിക് നമുക്ക് കിട്ടുന്ന സാലറി എന്ന് പറയുന്നത്. പിന്നെ അടുത്തതായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞത് നമുക്ക് 20 അവേഴ്സ് വർക്ക് ലിമിറ്റ് ഉണ്ട്. അതായത് ഒരാഴ്ചയിൽ നമുക്ക് 20 മണിക്കൂർ മാത്രമേ ഒരു സ്റ്റുഡന്റിന് വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആ ഒരു ലിമിറ്റും കൂടി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അതിൽ കൂടുതൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ വെക്കേഷൻ പീരീഡ്, അതായത് നമ്മുടെ ഫുൾ ടൈം പീരീഡിൽ നമുക്ക് വെക്കേഷന് നമുക്ക് എത്ര മണിക്കൂർ വേണമെങ്കിലും നമുക്ക് ജോലിക്ക് പോകാം, അതിന് പ്രശ്നമില്ല. ആ സമയത്ത് മാത്രമാണ് നമുക്ക് കുറച്ച് ഏർണിങ്സ് നമ്മുടെ കയ്യിൽ ഉണ്ടാവുന്നത് നമ്മുടെ വെക്കേഷൻ പീരീഡിൽ. സോ അങ്ങനെ ഒരു ഏർണിങ്സ് വെച്ചിട്ട് നമുക്ക് ഫുൾ എമൗണ്ട് ലോൺ അടയ്ക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷെ ഒരു കുഞ്ഞ് എമൗണ്ട് നമുക്ക് സേവ് ചെയ്ത് വെക്കാൻ പറ്റും. നമുക്കിപ്പോൾ സ്റ്റുഡന്റ് ലോൺ അടയ്ക്കണം എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മളൊരു ഫുൾ ടൈം വർക്കിലോട്ട് കടന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ എഡ്യൂക്കേഷൻ ലോൺ അടയ്ക്കാൻ പറ്റുള്ളൂ. കാരണം ഒരു 30 lakhs 40 lakhs ഇപ്പോഴും വരുന്ന കുട്ടികൾ 50 to 60 lakhs വരെയാണ് ലോൺ എടുത്തിട്ട് വരുന്നത്. അത് ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. ഈ 3 വർഷത്തിനുള്ളിൽ ആ ഒരു ലോൺ അടയ്ക്കുക എന്ന് പറഞ്ഞത് ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. കാരണം ഇത്രയും ആക്കഡമിക് ആയിട്ട് നമ്മൾ എഫേർട്ട് ഇടണം. ആകെ 20 അവേഴ്സ് മാത്രമേ വർക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൂ. ആ 20 അവേഴ്സിൽ തന്നെ കിട്ടുന്ന 800 to 900 400 തന്നെ നമുക്ക് റെന്റ് പോകും. അപ്പോൾ ഈ എക്സ്പെൻസ് ഒക്കെ പറഞ്ഞുകൊണ്ട് ഞാനൊരു വീഡിയോ ഇടുന്നുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, കുറെ കൂടി ഐഡിയ കിട്ടും. ഞാൻ വീണ്ടും പറയാണ്, നമ്മുടെ ഈ കിട്ടുന്ന ഒരു എമൗണ്ട് വെച്ചിട്ട് നമുക്ക് എഡ്യൂക്കേഷൻ ലോൺ അടയ്ക്കാൻ പറ്റില്ല. നമ്മുടെ കോഴ്സ് കഴിഞ്ഞിട്ട് നമ്മുടെ കോഴ്സ് പരമായിട്ട് ഒരു ജോലിക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ എഡ്യൂക്കേഷൻ ലോൺ അടച്ചു തുടങ്ങാൻ പറ്റും. അതിന് യാതൊരു ബുദ്ധിമുട്ടും നമുക്ക് ഉണ്ടാവത്തില്ല. അടുത്തത് MSc MBA പോലുള്ള ഷോർട്ട് ടേം കോഴ്സുകൾ പഠിക്കാൻ വരുന്നവരാണെങ്കിൽ അവർക്ക് കുറച്ചുകൂടി എഡ്യൂക്കേഷൻ ലോൺ അടയ്ക്കാൻ എളുപ്പമായിരിക്കും. വേറൊന്നും കൊണ്ടല്ല, അവരുടെ കോഴ്സ് എന്ന് പറയുന്നത് കുറച്ചുകൂടി ഷോർട്ട് പീരീഡ് ആണ്. നമ്മളെ സംബന്ധിച്ച് ബാച്ചിലേഴ്സിനെ സംബന്ധിച്ച് ഷോർട്ട് പീരീഡ് ആയിരിക്കും MBA MSc പോലുള്ള കോഴ്സുകൾ. അവർ പെട്ടെന്ന് കോഴ്സ് കഴിയുന്നു, അവർ പെട്ടെന്ന് ഒരു PSW 2 year PSWയിലോട്ട് അവർ സ്വിച്ച് ചെയ്യുന്നു. ഇല്ലാന്നുണ്ടെങ്കിൽ അവർ വർക്ക് വിസയിലോട്ട് സ്വിച്ച് ചെയ്യുന്നു. അവർക്ക് ആ 2 years കൊണ്ട് തന്നെ അവരുടെ എഡ്യൂക്കേഷൻ ലോൺ അടച്ചു തീർക്കാൻ വേണ്ടി പറ്റും. കാരണം എന്ന് പറഞ്ഞാൽ ഒരു വർഷം അല്ലെങ്കിൽ 2 വർഷത്തെ കോഴ്സിന് അവർ ഏകദേശം ഒരു 10 to 15 lakh ഒക്കെ ആയിരിക്കും അവർ ചെലവാക്കുന്നത്. ആൻഡ് 2 years കൊണ്ട് അത് ഇവിടെ ഫുൾ ടൈം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈസിലി അവർക്ക് അടച്ചു തീർക്കാൻ പറ്റും. അതുകൊണ്ട് MSc MBA പോലുള്ള സ്റ്റുഡൻസ് വരാൻ നിൽക്കുന്നവർ അവർ അത്രയും വെറീഡ് ആവേണ്ട കാര്യമില്ല. അപ്പോൾ ബാച്ചിലേഴ്സിന്റെ കാര്യത്തിൽ പറഞ്ഞത്, ഇപ്പൊ നഴ്സിംഗ് പഠിക്കാൻ വരുന്ന കുട്ടികളാണെങ്കിൽ അത്രയും നല്ലൊരു ഡിമാൻഡിങ് ആയിട്ടുള്ള ഒരു പ്രൊഫഷനാണ് നഴ്സിംഗ്. സോ ആ ഒരു നഴ്സിംഗ് കോഴ്സ് 3 വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജോലിക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ നമ്മുടെ എഡ്യൂക്കേഷൻ ലോൺ അടച്ചു തീർക്കാൻ പറ്റും. നമുക്ക് അതിനെക്കുറിച്ച് വെറീഡ് ആവണ്ട. കാരണം നഴ്സിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്തായാലും സ്പോൺസർഷിപ്പോട് കൂടിയായിരിക്കും ജോലി കിട്ടുന്നത്. ജോലി കിട്ടിക്കഴിഞ്ഞാൽ സുഖമായിട്ട് നമ്മുടെ എഡ്യൂക്കേഷൻ ലോൺ അടച്ചു പോവാം. പക്ഷെ അടയ്ക്കാൻ പറ്റാത്ത ഒരു പീരീഡ് ആണ് നമ്മുടെ 3 വർഷത്തെ സ്റ്റുഡന്റ് പീരീഡ്. ആ ഒരു പീരീഡ് മാത്രമേ നമുക്ക് അടയ്ക്കാൻ പറ്റത്തില്ലാതെ ഉള്ളൂ. ഫുൾ ടൈമിലോട്ട് നമ്മൾ സ്വിച്ച് ചെയ്യുമ്പോൾ നമുക്ക് അടയ്ക്കാൻ പറ്റും. അതുകൊണ്ട് ആരും പേടിക്കാനോ അല്ലെങ്കിൽ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഇപ്പൊ എല്ലാവരും ലോൺ എടുത്തിട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഫുൾ ടൈമിലോട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് അടച്ചു തീർക്കാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോ ഞാനൊരു എക്സ്പെൻസ് എത്രയാണ്, ഒരു സ്റ്റുഡന്റിന് എത്ര രൂപയാണ് ഒരു മാസം എക്സ്പെൻസ് എന്നുള്ള ഒരു വീഡിയോ ഞാൻ എന്തായാലും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതുവരേക്കും ബൈ.